നേവിയുടെ ഏറ്റവും പ്രധാന കേന്ദ്രമായ കൊച്ചിയിൽ ഇതാ നേവി ഒരു മാരത്തൺ സംഘടിപ്പിച്ചു. നമ്മുടെ പട്ടാളത്തിനൊപ്പം ഓടാൻ കഴിയുക എന്നത് അല്ലേ ഒരു മാരത്തണിൽ സമ്മാനമടിക്കുക എന്നതിലുപരി ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ പുരുഷ വിഭാഗത്തിൽ പാലക്കാട് സ്വദേശിയായ അമൽ, വനിതാ വിഭാഗത്തിൽ ഡൽഹി സ്വദേശിയാണ് അഗ്നിവീർ ആണ് സൗമ്യ. അങ്ങനെ ഇവർ രണ്ടുപേരുമാണ് പ്രധാനപ്പെട്ട വിജയികളായി മാറിയത്. അങ്ങനെ ഒരു സമ്മാനം കൊടുക്കുക എന്നതല്ല, അതിൽ മത്സരിക്കുന്നവരെല്ലാവരും വിജയികളാണ്. ആവേശത്തോടെ ആഘോഷത്തോടെ സൗഹൃദങ്ങളൊക്കെ പങ്കുവെച്ചിട്ടാണ് എല്ലാവരും ഈ മാരത്തൻ്റെ ഭാഗമായി മാറിയത്. ഫാമിലി റണ്ണിങ് എന്ന ഒരു പരിപാടിയും ഇതിൻ്റെ ഭാഗമായി പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളുമൊത്ത് ഫൺ റണ്ണിൽ ഓടാനുള്ള അവസരം, അതൊക്കെ പരമാവധി കുടുംബങ്ങൾ അവസരം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മനോഹരമായൊരു കാഴ്ചയായിരുന്നു. ഓട്ടമെന്നതിലുപരി സൗഹൃദത്തിൻ്റെയും പിന്നെ ആരോഗ്യം സംരക്ഷിക്കണമെന്ന ഓർമ്മപ്പെടുത്തലിൻ്റെയും. മത്സരം എന്നതിനപ്പുറം ആരോഗ്യത്തിൻ്റെയും ഫിറ്റ്നസിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഉത്സവമായി കൊച്ചി നേവിയുടെ മാരത്തോൺ മാറി. പങ്കാളിത്തം കൊണ്ടായിരുന്നു ഇത്തവണ മാരത്തോൺ ഏറെ ശ്രദ്ധേയമായത്. ഒറ്റയ്ക്കും കൂട്ടമായും എത്തിയ 7058 പേർ മാരത്തോണിന്റെ ഭാഗമായി. നേവൽ എയർക്രാഫ്റ്റ് യാർഡ് സൂപ്രണ്ട് കമഡോർ സുധീർ റെഡ്ഡി 21 കിലോമീറ്റർ ദൂരമുള്ള ഹാഫ് മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. പുരുഷ വിഭാഗത്തിൽ പാലക്കാട് സ്വദേശി അമലും വനിതാ വിഭാഗത്തിൽ ഡൽഹി സ്വദേശിനിയും അഗ്നിവീറുമായ സൗമ്യയും വിജയികളായി. Kochi is very amazing marathon because time schedule is very fantastic and all events done on time. നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. അഞ്ച് കിലോമീറ്ററിന്റെ ഫൺ റണ്ണിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക കുടുംബത്തോടൊപ്പം മാരത്തോണിന്റെ ഭാഗമായി. ഇത്ര രാവിലെ എണ്ണിട്ട് ഇങ്ങനെ 5 കിലോമീറ്റർ ഓടുന്നതെന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ടായിരിക്കും. So much of crowd is there, so really glad to see. നടൻ അർജുൻ അശോകനും മാരത്തോൺ ആദ്യ അനുഭവമായിരുന്നു. ഫാമിലി ആയിട്ട് കസിൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓടാൻ വന്നാണ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അടിപൊളിയായിരുന്നു. നല്ല കോർഡിനേഷനും എല്ലാം. മാതൃഭൂമി കോഴിക്കോട് കണ്ടക്ട് ചെയ്യുന്ന ഈ പരിപാടി മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. അടിപൊളിയായിരിക്കും. പുതുവർഷത്തിൽ മാതൃഭൂമി കോഴിക്കോട് വെച്ച ജനുവരി 11 സംഘടിപ്പിക്കുന്ന മാരത്തോണിൽ പങ്കെടുക്കാനുള്ള ആവേശത്തിലാണ് കൂടുതൽ പേരും. ജനുവരി 11 കോഴിക്കോട് മാതൃഭൂമി തന്നെ സംഘടിപ്പിക്കുന്ന അടുത്ത മാരത്തോണോടുകൂടി അടുത്ത സീസൺ ഓടാൻ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. കൊച്ചി ബേസ് ആയിരുന്നു, ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും ഉറപ്പായിട്ടും. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു വന്നത്. ഇനി അടുത്ത വർഷം ഞങ്ങൾ വരുന്നതായിരിക്കും. കൊച്ചി നേവി മാരത്തോണിന്റെ 6ാം പതിപ്പ് പങ്കാളിത്തം കൊണ്ട് ഏറെ ജനകീയമായി. ഇനി പുതുവർഷത്തിൽ ജനുവരി 11 കോഴിക്കോട് മാതൃഭൂമിയുടെ മാരത്തോണിൽ കാണാമെന്നാണ് ഇവർ പറയുന്നത്. ടീം മാതൃഭൂമി ന്യൂസ് കൊച്ചി. കണ്ടില്ലേ, ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. അത് വെറുതെ ഒന്ന് ഓടുക അല്ലെങ്കിൽ ഫസ്റ്റ് അടിക്കുക എന്നല്ല, രാവിലെ എഴുന്നേൽക്കുക തന്നെ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ രാവിലത്തെ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുക, പിന്നെ ഒരുപാട് പേരുമായി ചേർന്ന് ഇങ്ങനെ ഒരു വലിയൊരു ക്രൗഡിനൊപ്പം ഒരു സന്തോഷ നിമിഷം പങ്കുവയ്ക്കുന്നത് വേറൊരു അനുഭവമാണ്. നമ്മൾ പലപ്പോഴും നമ്മളിലേക്ക് ചുരുങ്ങുമ്പോൾ ഇടയ്ക്കൊന്ന് നമ്മളെ പൊട്ടിച്ച് ഷെല്ലൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുകയും വേണം. അതിനുള്ള അവസരം കൂടിയാണ്. അപ്പോൾ ജനുവരിയിൽ അതിനുവേണ്ടി കാത്തിരിക്കുക. കോഴിക്കോടാണ് മാരത്തൺ നടക്കുക. അപ്പോൾ റിയ പറയും കൂടുതൽ കാര്യങ്ങൾ. റിയ, നമ്മുടെയും വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഒപ്പം ജനങ്ങളുടെ 17,500 പേർ ഓടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. പിന്നെ നേവി നടത്തുമ്പോൾ അതിൻ്റേതായ ഒരു രസവും ഒരു അടുക്കും ചിട്ടയും ഒക്കെ കൃത്യമായിട്ടുണ്ടാകും. അപ്പം എങ്ങനെയായിരുന്നു, ഒരു വലിയ അനുഭവമായി മാറിയല്ലേ? നാവികസേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് നേവി മാരത്തൺ സംഘടിപ്പിച്ചത്. വലിയ പങ്കാളിത്തം മാരത്തണിനുണ്ടായിരുന്നു. 21 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ ഫൺ റൺ. അതായിരുന്നു മാരത്തണിലെ വിവിധ കാറ്റഗറികൾ. എല്ലാ വിഭാഗത്തിലും ആളുകൾ വന്ന് പങ്കെടുത്ത് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ തിരിച്ചു പോകുന്ന കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. 5 കിലോമീറ്റർ ഫൺ റണ്ണിൽ നടൻ അർജുൻ അശോകനും കുടുംബവും പങ്കെടുത്തു. എറണാകുളം ജില്ലാ കളക്ടർ പ്രിയങ്കയും കുടുംബവും എത്തി വലിയ ആവേശം നിറച്ചു കൂടെ ഉള്ളവർക്കൊക്കെ.
കൈക്കുഞ്ഞുങ്ങളുമായി കുഞ്ഞുങ്ങളെ തോളിലേറ്റി ആളുകൾ കുടുംബസമേതം ഈ ഫണ്ട് റണ്ണിൽ പങ്കെടുക്കുന്ന അതിമനോഹരമായ രസകരമായ കാഴ്ചകൾ കൂടി ഈ നേവി മാരത്തണിന്റെ ഭാഗമായി നമ്മൾ കണ്ടു. അങ്ങനെ എല്ലാവർക്കും ആവേശം നിറയ്ക്കുന്ന അടുത്ത മാരത്തണിലേക്ക് വരാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന ഒട്ടേറെ കാഴ്ചകൾ ഈ നേവി മാരത്തണിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. വനിതകളുടെ മാരത്തണിൽ വിജയികളായത് ചെറിയ പെൺകുട്ടികളാണ് എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും പുലർച്ചെ 4:30 മുതൽ വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് നേവിയുടെ മാരത്തണിന്റെ ഭാഗമാകാൻ ഒരുപാട് ആളുകൾ കൊച്ചി നഗരത്തിന് പുറത്തുള്ളവരടക്കം വരികയും മാരത്തണിൽ പങ്കെടുത്ത് സന്തോഷത്തോടെ അത് പൂർത്തിയാക്കിയതിന് സന്തോഷത്തോടെ മടങ്ങുന്ന കാഴ്ചകളും പ്രതികരണങ്ങളും ഒക്കെയായിരുന്നു കണ്ടത്. എന്തായാലും മാതൃഭൂമി മാരത്തണിന്റെ ഭാഗമായിരുന്നു, പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതൊക്കെ വലിയ സന്തോഷം നൽകുന്നതാണ്. വലിയ ആവേശത്തോടെ പങ്കാളിത്തത്തോടെയാണ് നേവിയുടെ മാരത്തൺ കൊച്ചിയിൽ സമാപിച്ചത്.